താനെപ്പോഴും രാജ്യത്തിനൊപ്പമാണ്. ആദ്യം രാജ്യം പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്ന ശശി തരൂർ വീണ്ടും തന്റെ പ്രസ്താവനയെ താൻ പറയുന്ന തന്റെ ആ ഒരു നിലപാടിനെ ശക്തമാക്കുന്ന രീതിയിൽ മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം കോൺഗ്രസ് എം പി ശശി തരൂർ നടത്തിയിരിക്കുന്നത്. ഒമാൻ തീരത്തെ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യയുടെ സുഹൃത്തും തന്ത്രപ്രധാന പങ്കാളിയുമായ ഒരു രാജ്യത്തിന് എങ്ങനെ ഇത്ര നിർവികാരതയോടെ പെരുമാറാനാകും എന്നാണ് തരൂറിന്റെ ചോദ്യം. സുഹൃത്താണ്, മോദി സുഹൃത്താണ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും അമേരിക്ക എന്തുകൊണ്ട് നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഖേദമോ അനുശോചനമോ പ്രകടിപ്പിക്കാത്തത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അമേരിക്കൻ പ്രസ്താവന ഞെട്ടിക്കുന്നതാണ് എന്നാണ് തരൂർ എക്സിൽ കുറിച്ചത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിച്ചതായുള്ള അമേരിക്കൻ പ്രസ്താവനയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വാണിജ്യ കപ്പലിനെ മാരകമല്ലാത്ത മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് തടയാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ജീവൻ എടുക്കുന്ന രീതിയിൽ മിസൈൽ തൊടുക്കാതെ കപ്പലിന്റെ പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സംവിധാനങ്ങൾ മാത്രം പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കില്ലേ? ഈ സുപ്രധാന ജലപാതയിൽ സഞ്ചരിക്കുന്ന എല്ലാ വാണിജ്യ കപ്പലുകളിലും ഇന്ത്യൻ ജീവനക്കാരുണ്ട്. അപ്പോൾ അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിക്കുന്നത് ന്യായം എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് തരൂറിന്റെ ചോദ്യം. അദ്ദേഹം പറയുന്നു, അതീവ ഞെട്ടലോടെയാണ് അമേരിക്കയുടെ ഈ ഔദ്യോഗിക പ്രസ്താവന ഞാൻ വായിച്ചത്. നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ യാതൊരുവിധ ഖേദ പ്രകടനമോ അനുശോചനമോ ഇതിലില്ല. ഒരു സുഹൃത്തിനും തന്ത്രപ്രധാന പങ്കാളിക്കും ഇത്രയധികം സംവേദനശൂന്യമായി പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് തരൂർ ചോദിച്ചു. നിയമങ്ങൾ പാലിക്കാത്ത വാണിജ്യ കപ്പലിനെ മാരകമല്ലാത്ത മറ്റു മാർഗങ്ങളിലൂടെ തടയാൻ കഴിയുമായിരുന്നിട്ടും അതൊന്നും ചെയ്യാതെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്ന രാജ്യത്തെ ഇത്രമാത്രം ദ്രോഹിക്കുക. സിവിലിയൻ ജീവനക്കാരെ കൊല്ലാൻ ലക്ഷ്യമിട്ട് മിസൈലുകൾ തൊടുക്കാതെ തന്നെ ഒരു കപ്പലിന്റെ എഞ്ചിനോ നിയന്ത്രണ സംവിധാനങ്ങളോ പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കില്ലേ? ഈ നിർണായക സമുദ്രപാതകളിലൂടെ സഞ്ചരിക്കുന്ന മിക്കവാറും എല്ലാ ചരക്ക് കപ്പലുകളിലും ഇന്ത്യൻ ജീവനക്കാരുണ്ട്. അവരെയെല്ലാം അമേരിക്കൻ മിസൈലുകൾക്ക് ഇരയാക്കുന്നവരായിട്ടാണോ കണക്കാക്കുന്നത്? ഈ സമീപനം അംഗീകരിക്കാനാവില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കാര്യം മാർക്കോ റൂബിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് താൻ കരുതുന്നുവെന്നും തരൂർ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. പ്രതിഷേധം അറിയിച്ച് കേന്ദ്രവും രംഗത്ത് വന്നിരുന്നു. US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഫോണിൽ വിളിച്ച് കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. വാണിജ്യ കപ്പലുകൾക്കെതിരെ US സൈന്യം നടത്തുന്ന മാരകമായ നടപടികൾ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് എസ് ജയശങ്കർ അറിയിച്ചു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ USന്റെ ഉന്നത നയതന്ത്ര പ്രതിനിധിയെ വിളിച്ച് കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. ഗൾഫ് ഓഫ് ഒമാനിൽ പലാവു പതാകയേന്ത്യ സെറ്റാബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന നടത്തിയ ആക്രമണത്തിലാണ് കപ്പൽ ജീവനക്കാരായ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.